ഗായ്സ്, അപ്പോൾ നമ്മളിതാ സ്കൂളൊക്കെ വിട്ട് ബോക്സിംഗ് ക്ലാസ്സിന് പോകാൻ പോവാണ്. ഇന്ന് ഡേ 6. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഇപ്പോൾ 6 മണിയായി, ലിഫ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇനി എങ്ങനെയെങ്കിലുമൊക്കെ ലിഫ്റ്റൊക്കെ അടിച്ച് പോവുക, എന്നിട്ട് വേണം ട്രെയിനിങ് തുടങ്ങാൻ. അങ്ങനെ കുറേ കൈക്ക് വണ്ടി കാണിച്ചൊരു അവസാനം വരെ ഇലക്ട്രിക് സ്കൂട്ടർ കിട്ടി. പിന്നെ അതിലായി യാത്ര. അങ്ങനെ ക്ലാസ്സിലൊക്കെ വന്ന് സെറ്റിലായി വാമപ്പ് ഒക്കെ ചെയ്തതിന് ശേഷം മാഷ് പറഞ്ഞു സ്കിപ്പിംഗ് റോപ്പ് ചെയ്യാൻ. സ്കിപ്പിംഗ് റോപ്പ് ചെയ്യാനൊക്കെ കാണിച്ചു തന്ന് ഞാൻ ചെയ്യാൻ തുടങ്ങിയാലും മാഷ് പറയാൻ 100 എണ്ണം അടിക്കാൻ. അവിടെ ശരിക്കും ആ ഷോക്കായി പോയി. പക്ഷെ എന്നാലും ഞാൻ അവസാനം വരെ ചെയ്ത്. ആർക്കും പറ്റും, ജീവിച്ച് കാണിക്കാനാ പാട്. ഒറ്റ ജീവിതമേ ഉള്ളൂ, മനസ്സിലാക്കിക്കോ. ഒറ്റ ജീവിതം, അതെവിടെ എങ്ങനെ വേണമെന്ന് അവനവൻ തീരുമാനിക്കണം. അപ്പോൾ ബോഡി ഫുള്ളും വാമായിരുന്നു മൂപ്പിന് ബോധ്യമായതിനു ശേഷം ആബ്സ് ടൈറ്റ് ആക്കാനും പിന്നെ നമ്മളെ ശരീരം നമുക്ക് തന്നെ ഒന്ന് മേഗി എടുക്കാനും വേണ്ടിയിട്ട് നല്ല അടിപൊളി ഒരു എക്സസൈസ് ആണ്. അപ്പോൾ അത് ചെയ്ത് ഞങ്ങളായിരുന്നു. നിക്കോളാസും ദാനിഷുമാണ്. എൻ്റെ പേര് ദാനിഷ്. അപ്പോൾ ദാനിഷും നിക്കോളാസും തമ്മിലുള്ള ഫൈറ്റാണ്. ലെഫ്റ്റിൽ നിൽക്കുന്നത് ദാനിഷ്, റൈറ്റിൽ നിക്കോളാസ്. എല്ലാവരും ഫൈറ്റ് കാണാൻ റെഡിയായി നിൽക്കുക. ഇനി അങ്ങോട്ട് സംഭവിച്ചത് ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഈ ഫൈറ്റിൽ സംഭവിച്ചത്. എൻ്റെ അത് ഒരു തന്നെ ചുണ്ട് പൊട്ടി ചോരൊക്കെ വന്നെങ്കിൽ എന്തായാലും നിങ്ങൾ ഫൈറ്റ് ഒന്ന് കണ്ടോക്കി. അപ്പോൾ ഫൈറ്റിന് ശേഷം നിക്കോളാസിന് വൻ പരാജയമായിരുന്നു നേരിടേണ്ടി വന്നത്. പക്ഷെ അതൊന്നും അവൻ കാര്യമാക്കത്തില്ല. അടുത്ത പ്രാവശ്യം ഇനി ദാനിഷുമായിട്ട് ഒരു ഫൈറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അവരെ അടിച്ച് തെറിപ്പിക്കുന്നതാണ് അവൻ വെല്ലുവിളിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് വരുന്ന ഇൻസൾട്ടാണ് മുരളി ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. അങ്ങനെ ക്ലാസ്സിൽ നിക്കോളാസും ദാനിഷും തമ്മിലുള്ള ഫൈറ്റ് ചെയ്തതിന് ശേഷം ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ജൂലിയും പിന്നെ വേറൊരു ചെക്കനും തമ്മിലുള്ള ഫൈറ്റാണ് അടുത്തത്. ഒന്ന് തിരിച്ചോടുക്ക്. കേറി പഞ്ചി അടിച്ചോ, അടി. അങ്ങനെ ജൂലിൻ്റെ അവൻ്റെ ഫൈറ്റിന് ശേഷം ഞങ്ങൾ ആബ്സിന് എക്സസൈസ് ചെയ്തു എല്ലാവരും കൂടി ഒരുമിച്ച്. പിന്നെ ബാക്കിയുള്ളവരവിടെ പ്രാക്ടീസ് ചെയ്തു സ്കിപ്പിംഗ് റോപ്പും പുഷപ്സും എല്ലാം. Now here's the key to the law of accumulation. This law says that everything counts. Everything that you do counts. The biggest mistake that people make is they think that only what they want to count counts. No. When you read a book, when you listen to an audio program, when you go to a course, when you go to bed early and get up early and you work, it all counts. And it's all going on the plus side of your ledger. But when you watch television, waste time, hang out, fool around and so on, all of that counts as well. ഹലോ ഗായ്സ്, ബോക്സിംഗ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ നിക്കോളാസും ഇതാ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഗായ്സ് ഒരു അടി കിട്ടി, അടി മറ്റേ ഇവിടെ ചുണ്ടൊക്കെ പൊട്ടി ഗായ്സ്. പിന്നെ അടുത്ത ക്ലാസ്സിൽ അവനെ കൊല്ലേനെ എടുക്കൂ. ബേസിക്കലി നിക്കോളാസിന് നല്ല അടി കിട്ടി. അന്ന് ഓൻ ഫൈറ്റ് ചെയ്തിരുന്നു. എന്താ പറയുക, ഓൻ പ്രതീക്ഷ കാര്യമൊന്നും കാര്യങ്ങൾ നടന്നില്ല. നല്ല അപ്പർ കട്ടും ഹുക്കും കിക്കും ഒക്കെ കിട്ടി. അവൻ്റെ ചുണ്ട് പൊട്ടി ചോരൊക്കെ വന്നിക്ക്. തലവേനായിട്ടാണ് പവർ എടുക്കാത്ത. അതെ അടുത്ത ഫൈറ്റിൽ ഓൻ സെറ്റാക്കുമെന്ന് പറഞ്ഞിക്ക്. എന്തായാലും ഇനി അടുത്ത ഫൈറ്റിന് ഇങ്ങനെ അടിച്ച് തമർത്തിരുന്നു കേട്ടോ. താഴെ ഇടും ഇൻഷാ അല്ലാഹ്. സെറ്റ്. എന്നാ ഓക്കെ ഗൈസ്. ഇന്നെന്തായാലും ഇന്നത്തെ ബോക്സിംഗ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നല്ല വർക്കൗട്ട് ആയിരുന്നു.
ഇനി നാളെ കാണാം ഗായ്സ്. അതെ, നാളെ കാണാം. പിന്നെ ഞങ്ങൾ ട്രെയിലർ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങളെ പുതിയ വീഡിയോന്റെ ട്രെയിലറൊക്കെ ഇറങ്ങി. അതിൽ ഞാനില്ല. അതെല്ലാവരും പോയി കാണുക. പിന്നെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കുത്തി പൊടിച്ചാൽ ഇല്ലേ? വലിയ പൊട്ടിച്ചാൽ എന്നാ ഓക്കെ ഗൈസ്. ലിഫ്റ്റ് ഒന്നും കിട്ടാണ് ഇങ്ങനെ നടക്കുകയാണ് ഗൈസ്. നമ്മള് പേടാള് അതെ, പറപ്പാറ പീഡിയന്റെ അടുത്തെത്തി. ലിഫ്റ്റ് ഒന്നും കിട്ടിയില്ല. എന്തായാലും ഞാനിപ്പോ ഇവിടെ പീഡിയ എന്തെങ്കിലും ചായയും കടിയൊക്കെ കഴിച്ചിട്ട് എന്തെങ്കിലും ലിഫ്റ്റ് ഒക്കെ അടിച്ചിട്ട് പൊറുക്കുക. അല്ലേ നിക്കോളാസേ? ചായയും കടിയും കുടിക്കുക. അടി കിട്ടിയ ക്ഷീണത്തിന് ചായയും കടിയും സെറ്റ്. അപ്പൊ ഓക്കെ ഗൈസ്, എന്തായാലും ഇനി ഈ ഹോട്ടലിൽ കയറി ഫുഡ് അടിക്കുന്നു. ഹോട്ടൽ കരുവാണൻസ് കയറി ഫുഡ് അടിക്കുന്നു. എന്നിട്ട് ബാക്കി പരിപാടി ഇല്ലേ നിക്കോളാസേ? ഓക്കെ. ഞങ്ങൾ പൊറാട്ടയും ബീഫ് ഫ്രൈയും പിന്നെ അതെന്താടാ ജീരക സോഡയും കഴിക്കുകയാണ് ഗൈസ്. ഇനി ഞാൻ വിട്ട് കൊടുക്കൂല ഗായ്സ്. ഇനി വേണമെങ്കിൽ ഫൈറ്റ് നീട്ടി കഴിഞ്ഞാൽ എന്താക്കും? ഞാൻ അടിച്ചു കൊല്ലു. അങ്ങനെ കൊല്ലൊന്നും ചെയ്യരുത്. എന്താ പറയാ, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കാണുക. കൊല്ലൊന്നും ചെയ്യില്ല. നല്ല രസമുണ്ട്, നല്ല ദേഷ്യമുണ്ട് അല്ലേ? അടി കൊണ്ടുവരാൻ ദേഷ്യം അല്ലെ കൊടുക്കാൻ പറ്റാത്തല്ലോ? അല്ല കൊണ്ടേര്. അത്രയും നേരം ബോക്സിംഗ് ട്രെയിൻ ചെയ്തിട്ട് ഞാനിപ്പോ പൊറാട്ടയും കറി അടിച്ച്. പൊറാട്ടയും ബീഫ് കറിയും. അപ്പൊ അൺഹെൽത്തി ആണ്, എന്നാലും നല്ല ടേസ്റ്റ്. നല്ല ടേസ്റ്റ്, നല്ല എരിവുണ്ട്. അതെ, കഴിക്കുമ്പോ അതൊന്നും ഒരു വിഷയം അല്ലേ? അതെ, കറി ഇവന് ഞാൻ 3 പൊറാട്ട അടിച്ച്. അപ്പൊ 6 പാക്ക് ഒന്നും ഞാൻ നോക്കിയില്ല, അങ്ങ് അടിച്ച് വിശന്നേരം. ഇവര് പാക്കൊക്കെ വന്നിക്ക്, എനിക്കും വന്നിക്ക് 2-3 കട്ട. ബാക്കിയൊക്കെ ഫുഡ് കഴിച്ചല്ലേ കാണൂല. അപ്പൊ എന്തായാലും ഇനിയാണ് ലിഫ്റ്റ് അടിച്ച് പോട്ടെ. എന്നിട്ട് ബാക്കി ബൈ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. ലൈക്ക് പൊട്ടിച്ചിരിക്കണം. അപ്പൊ നമ്മള് ലിഫ്റ്റ് ഒന്നും കിട്ടാണ്ട് പെട്ട് കുത്തിരിക്കായിരുന്നു. അന്നേരമാണ് ഒരു ചേട്ടൻ വന്നിക്കുമ്പോ ലിഫ്റ്റ് അടിക്കാൻ. ഏട്ടാ അങ്ങനെ പേര്? എന്റെ പേര് ആദർശ്. മുഖം കാണിക്കണ്ട, മോശമാണ്. ഓക്കെ, അപ്പൊ ആദർശ് ചേട്ടനാണെങ്കിൽ ലിഫ്റ്റ് വരുന്നത് എടക്കര വരെ. അപ്പൊ ഒക്കെ സെറ്റ് തന്നെ. ഇനി എടക്കരേത് വേറെ ലിഫ്റ്റ് കിട്ടി നമ്മള് വീട്ടിലെത്തും എന്തായാലും ഹയറായിട്ട്. അപ്പൊ ഓക്കെ, ബൈ ഗൈസ്. ഇന്നത്തെ ബോക്സിംഗ് ക്ലാസ് ഇന്റൻസ് ട്രെയിനിങ് കഴിഞ്ഞിട്ട് ആള് ചെക്കന്മാര് പൊറാട്ട കറി കഴിച്ചെങ്കിലും മാഷിനൊന്നും പറയൂലെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ, സപ്പോർട്ട് ചെയ്യാം. ആദ്യമായിട്ടാണ് ഗൈസ് ഇങ്ങനെ ഒരു സംഭവം. ഞാനും ലിഫ്റ്റ് അടിച്ച്, ഇവനും ലിഫ്റ്റ് അടിച്ച്. അവസാനം ഞാൻ കണ്ടുമുട്ടി വീണ്ടും. ഞങ്ങളെ രണ്ടാളെ ലിഫ്റ്റ് ഇവിടെ എടുത്ത് ഇടക്കര മുക്കിൽ നിന്ന് പോയി. അതെന്തെങ്കിലും കോമഡി ആക്കി. ഇനിയിപ്പോ പുതിയ ലിഫ്റ്റ് അടിച്ച് നിന്നോ. ഇനിയിപ്പോ ഇവിടുന്ന് വീണ്ടും ലിഫ്റ്റ് അടിച്ച് പോണം. നിക്കോളാസ് ഞാൻ അപ്രതീക്ഷിതമായി കൂട്ടുകൂട്ടിയതിനു ശേഷം ഞാൻ വേറെ ലിഫ്റ്റ് കയറി. ഇതൊരു സ്കൂട്ടിയാണ്. അപ്പോൾ എല്ലാവരും ലിഫ്റ്റിലൊക്കെ കയറുമ്പോൾ സൂക്ഷിക്കുക. എന്താ വെച്ചാൽ ഞങ്ങള് 80-90 സ്പീഡിലൊക്കെ പോയതാണ്. നല്ല രസം ഉണ്ടായിരുന്നു, പക്ഷേ തട്ടിപ്പോവാഞ്ഞത് ഭാഗ്യം. അപ്പൊ ലിഫ്റ്റിലൊക്കെ കയറുമ്പോൾ സൂക്ഷിക്കുക. മെല്ലണം പോകുന്ന വയസ്സായിട്ടുള്ള ആൾക്കാരുണ്ടാവും, അവരെപ്പോ മാക്സിമം കയറാൻ നോക്കുക. അതാണ് ഗൈസ് ഡേ 6 ഓഫ് ബോക്സിംഗ് ട്രെയിനിങ്. അങ്ങനെ ലിഫ്റ്റ് ഒക്കെ അടിച്ച് വീട്ടിൽ സേഫ് ആയിട്ട് എത്തി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. മസ്റ്റ് ആയിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക്, ഒപ്പീനിയൻ ഒക്കെ കമന്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ ബൈ, താങ്ക് യു ഓൾ. അടുത്ത വീഡിയോയിൽ